ഹലോ മച്ചാന്മാരെ, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ടാണ്. അത് വേറൊന്നുമില്ല, നമ്മുടെ കസ്റ്റമൈസ്ഡ് പ്രോബ്ലമാണ്, അഥവാ കൺട്രോളിൻ്റെ. നമ്മളിപ്പോൾ ഒരു ഫ്രീ ഫയർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മളെന്താ ഓൾഡ് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് അഥവാ കൺട്രോളർ പോവുക, റീസെറ്റായി പോകുന്നുണ്ട്. അപ്പം അത് കുറേ പേർക്ക് പ്രശ്നമാകുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സൊല്യൂഷനായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒരു ടിപ്സാണ്. ഇത് കുറേ പേർക്ക് അറിയാത്തവരുണ്ട്. അപ്പോൾ നമുക്കെന്താ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ വീട്ടിലേക്ക് പോകാം. ആദ്യം തന്നെ സെറ്റിങ്സ് എടുക്കുക. ഇതിന് നമ്മളുടെ കളിച്ച് ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള കസ്റ്റമൈസ്ഡ് ഉണ്ടല്ലോ, നമുക്ക് വശമായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ഉണ്ടാകും. അത് ഫസ്റ്റ് നമ്മുടെ കസ്റ്റമൈസ്ഡ് സ്ലോട്ട് 1ലേക്ക് ഇടുക. ഏത് സ്ലോട്ടിലേക്ക് ഇടുക വെച്ചാൽ എൻ്റെ കാണിച്ചു തരാം. എൻ്റെ കസ്റ്റമൈസ്ഡ് 1 ആകുന്നത് നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളുടെ കളിച്ച് യൂസ് ആയിട്ടുള്ള നമ്മുടെ കസ്റ്റമൈസ്ഡ് കൺട്രോൾ, ഇതാണ് എൻ്റെ കൺട്രോൾ. ഇത് ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രീ ഫയർ ഡിലീറ്റ് ചെയ്യാൻ പോണതിന് മുമ്പ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പണ്ടത്തെ കൺട്രോൾ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ കൺട്രോളും കാര്യങ്ങളെല്ലാം. ഇതൊന്നും ജസ്റ്റ് നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കൺട്രോൾ ജസ്റ്റ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾ ഫ്രീ ഫയർ ഡിലീറ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. ഓക്കെ, അതിനുശേഷം അക്കൗണ്ട് ആൻഡ് ബേസിക്സ് വരിക. ഇവിടെ സെറ്റിങ്സ് എന്ത് സിംഗ് എന്നൊരു സിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ അപ്ലോഡ് കൊടുക്കുക. അപ്ലോഡ് ഇത് കുറേ പേർക്ക് കുറേ പേർക്ക് പ്രോബ്ലമാണ്. ഇത് അപ്ലോഡ് ആണോ ഡൗൺലോഡ് ആണോ എന്ന് കൺഫ്യൂഷൻ അടിക്കുക. ഇത് അപ്ലോഡ് ചെയ്യിക്കുക. അപ്ലോഡ് ചെയ്ത് നിൽക്കുക എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ കിടക്കുന്ന കസ്റ്റമൈസ്ഡ് നമ്മുടെ ഫോണിലെ ക്ലൗഡ് സ്റ്റോറേജിലേക്ക് അപ്ലോഡ് ചെയ്യണം നമ്മൾ. ഇങ്ങനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ കസ്റ്റമൈസ്ഡ് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യുക. അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വീണ്ടും സെറ്റിങ്സ് സിങ്കിലേക്ക് വരിക. അതിനുശേഷം ഇവിടെ നോക്കാം, ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് സക്സസ്ഫുൾ എന്ന് കാണിക്കാം. ക്ലൗഡ് സ്റ്റോറേജിലുള്ള നമ്മുടെ HOD നമ്മളിതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കൊണ്ടുവരേണ്ട സെറ്റിങ്സ് കൊണ്ടുവരാൻ. ജസ്റ്റ് നിങ്ങൾക്ക് ഇതുപോലത്തെ ടിപ്സുകളിലായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഇനിയും വെറൈറ്റി വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.